തക്ക സമയത്ത് നീ വന്നല്ലോ. ഇതിനെങ്ങനെയാ നന്ദി പറയേണ്ടതെന്ന് എനിക്കറിയില്ല. അരുണെ പോലൊരു അഡ്വക്കേറ്റ് ഇല്ലായിരുന്നെങ്കിൽ ഈ കേസിൽ ചിലപ്പോൾ ജാമ്യം പോലും കിട്ടില്ലായിരുന്നു. അവർക്ക് കാണിക്കാൻ തെളിവൊന്നുമില്ലായിരുന്നു. അത് തന്നെയാ നമ്മുടെ വിജയവും. എവിടെങ്കിലും ഒരിടത്തൊരു തെളിവുണ്ടായിരുന്നെങ്കിൽ നമ്മൾ ചിലപ്പോ പെട്ടുപോയനെ. ആ, ഇത് അമ്മയുടെ റൈറ്റ് ഹാൻഡ്. ബിസിനസ് ഒക്കെ നോക്കി നടത്തുന്നതും ഇയാളാ, ശിവൻ. ഹലോ. ഹായ്. നേരിട്ട് കാശ് വാങ്ങിച്ച ഏർപ്പാടായതുകൊണ്ടാ നമുക്ക് രക്ഷയായത്. ഒരു മിനിറ്റ്. സത്യമ്മേ, ഇനി സത്യമ്മ ഒന്നും കൊണ്ടും പേടിക്കണ്ട. ഇനി സത്യമ്മയ്ക്ക് ഇതിന്റെ പേരിൽ ഒരു പ്രശ്നവും വരില്ല. എന്തൊക്കെയായി കാണിച്ചു കൂട്ടിയിരിക്കുന്നത്? ഞാൻ പിന്നെ എന്ത് ചെയ്യും? എന്ത് ചെയ്യണം? എനിക്ക് ചെയ്യാൻ ഇനി ഒന്നുമില്ല. എല്ലാം ചെയ്ത് പരാജയപ്പെട്ട് നിൽക്കുന്നവനാ ഞാൻ. ജീവിതം എന്ന ക്ലാസ്സിൽ തോറ്റ് തൊപ്പിട്ട് നിൽക്കുന്നവൻ. പരാജയം എന്ന വാക്കും പറഞ്ഞ് സ്വയം ജീവിതം നശിപ്പിക്കാൻ നടക്കുന്ന ആളോട് ഞാൻ ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അരുണ പ്ലീസ്, ഞാൻ തുറന്നത് മുഴുവൻ പരാജയമാ. ലക്ഷങ്ങളാണ് ദിവസവും നഷ്ടങ്ങളുടെ പട്ടികയിൽ കയറിക്കൊണ്ടിരിക്കുന്നത്. നിന്റെ ജീവിതം ഞാൻ നഷ്ടപ്പെടുത്തിയില്ലേ? ഒരു കുഞ്ഞിനെ പോലും തരാൻ എനിക്ക് കഴിഞ്ഞില്ല. ഞാൻ പിന്നെ എന്തിനാണ് ഇങ്ങനെ ജീവിക്കുന്നത്? ആത്മഹത്യ ചെയ്യാൻ പേടിയായതുകൊണ്ടാ? ഇല്ലെങ്കിൽ എന്ന് ഞാൻ എന്റെ ജീവിതം അവസാനിപ്പിച്ചേനെ. എന്നെ ഏറ്റവും അധികം കെയർ ചെയ്തിട്ടുള്ള ആളാ എന്റെ അച്ഛൻ. ജീവിതത്തിൽ അച്ഛന് ഞാനായിട്ടുണ്ടാക്കിയ നഷ്ടങ്ങള് ചിരിച്ചു തള്ളിയ ആ മനുഷ്യന് ഇന്ന് ക്യാൻസറാണ്. ആ മനുഷ്യന്റെ അരിയിൽ ഒന്നിരിക്കാനോ ആശ്വസിപ്പിക്കാനോ എനിക്ക് കഴിയുന്നില്ല. മൂർത്തി, ഇതൊന്നും നമ്മളായിട്ട് ഉണ്ടാക്കുന്നല്ലോ. അല്ലായിരിക്കാം. പക്ഷെ ഒരു മകനെന്ന നിലയിൽ എനിക്ക് അച്ഛനോട് ചില കടപ്പാടുകളില്ലേ, ചില ഉത്തരവാദിത്തങ്ങൾ. അതൊന്നും വേണ്ട രീതിയിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. അതുകൊണ്ടാ ഈ ജീവിതം മടുത്തു ഞാനിങ്ങനെ പറയുന്നത്. ഓ, അതുകൊണ്ടായിരിക്കും ഇങ്ങനെ ലഹരിക്ക് അടിമപ്പെട്ട് ജീവിക്കാന്ന് വെച്ചല്ലേ. ഇങ്ങനെ സ്വയം നശിച്ച ഇപ്പൊ മൂർത്തിയെ ബാധിച്ചിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും മാറിക്കിട്ടോ? ഈ കടക്കണിന്നൊക്കെ മൂർത്തിക്ക് രക്ഷപ്പെടാൻ പറ്റൂ? പ്ലീസ് അരുണോ. കുറെ സിഗരറ്റ് വലിച്ച് ചാരുവാക്കി മേശ പുറത്തിട്ടത് കൊണ്ടോ കള്ളം കുടിച്ച് ബോധം നഷ്ടപ്പെട്ടതുകൊണ്ടോ ഒരു കാര്യമില്ല മൂർത്തി. ഒന്നും നേടാനും പോകുന്നില്ല. നഷ്ടങ്ങളെല്ലാം തിരിച്ചു പിടിക്കണമെങ്കിൽ ഫൈറ്റ് ചെയ്യണം. തോൽപ്പിക്കാൻ വരുന്നവരുടെ മുന്നിൽ തോൽക്കാൻ മനസ്സില്ലെന്ന് കാണിച്ചു കൊടുക്കണം. മൂർത്തിക്ക് അതിന് കഴിയും. മൂർത്തിക്ക് അതിന് കഴിയും. ഇത് അങ്ങനെ ഇങ്ങനെയൊന്നും ഒഴിഞ്ഞു പോകുന്ന കേസുമല്ല. ഇത് രാജീവന്റെ തല ഇറക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള കേസാ. അവൾ എന്ന് രാജീവിന്റെ ജീവിതത്തിലേക്ക് വന്നോ അന്ന് മുതലുള്ള കഷ്ടപ്പാടാ എന്റെ കൊച്ചിന്. അവന് മാത്രമല്ല നമുക്കും. എന്റെ കൊച്ചി രാജ്യം വിട്ടതിന്റെ പ്രധാന കാരണക്കാരി അവൾ ഒറ്റ ഒരുത്തിയാ. അതൊക്കെ ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം? വരാനുള്ളത് വന്നു. ഇനി അവന്റെ ജീവിതത്തിൽ വന്ന ദുരന്തത്തെ എങ്ങനെ ഒഴിവാക്കണം, അവനെ ഇതിൽ നിന്ന് എങ്ങനെ രക്ഷിക്കണം എന്നൊക്കെയാണ് നമ്മളിപ്പോ ചിന്തിക്കാനുള്ളത്. ഇപ്പൊ ഒരു കൊച്ചു ആയ സ്ഥിതിക്ക് അതിനി അത്ര എളുപ്പമൊന്നുമല്ല. ആര് പറഞ്ഞ് എളുപ്പമല്ലെന്ന്? ബുദ്ധിപൂർവം ചിന്തിച്ചാൽ എല്ലാത്തിനും പരിഹാരം ഉണ്ട് വിജയലക്ഷ്മി. അല്ലെങ്കിൽ പിന്നെ അവൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതെല്ലാം കൃത്യമായിട്ട് ഉറപ്പില്ലാത്ത ഒരു കൊച്ചിന്റെ പേരിലേക്ക് പോവാന്ന് പറഞ്ഞാൽ സഹിക്കുന്ന കാര്യമാണോ? അച്ഛന്റെ സ്വത്ത്
കൊച്ചിനും തള്ളയ്ക്കും എന്നുള്ള ഒരു വിധി വന്നാൽ അമ്മയും അമ്മാവനും തെരുവിലേക്ക് ഇറങ്ങേണ്ട അവസ്ഥ വരും. ആ ചങ്കിക്കൊള്ളണ വർത്താനം പറയലേ കൃഷ്ണൻ കുടിച്ചേട്ടാ. എന്നാ ചങ്കിത്തറയ്ക്കുന്ന മറ്റൊരു കാര്യം പറഞ്ഞാലോ? അതെന്താ? കേൾക്കുമ്പോ ആദ്യം ഒരു വിഷമോ ഞെട്ടലോ ഒക്കെ ഉണ്ടാവുമെങ്കിലും ആഴത്തിലൊന്ന് ചിന്തിച്ചാൽ ഇതൊരു നല്ല ചിന്തയായിരുന്നുവെന്ന് പിന്നീട് തോന്നാം. ആ ചിന്ത എന്താണെന്ന് വെച്ചോന്ന് പറ. അതെന്താണെന്ന് ഞാൻ പറയാം. അതിനു മുൻപ് ഈ കേസിൽ രാജീവന്റെ തീരുമാനം എന്താ, ഏത് രീതിയിലാ അവൻ മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത് എന്നറിയണം. അവനിപ്പൊ എങ്ങനെയാണോ ജീവിക്കുന്നത് ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകാനാ താല്പര്യം. ഇല്ല രാഘവേട്ട, എനിക്കൊരു കുഴപ്പമില്ല. അതെ, സമയം വൈകിക്കുന്നില്ല. ഞാൻ പോയി കുട്ടികളെ വിളിച്ചോണ്ട് വരാം. പെട്ടെന്ന് വരണേ. നീ വന്നിട്ടേ എനിക്കൂടെ അമ്പലത്തിൽ പാടാ, വഴിപാടുണ്ട്. ആ, ജാമ്യം കിട്ടിയ ആള് വീട്ടിൽ വന്നല്ലോ, അതിനെ ദൈവത്തിനോട് നന്ദി പറയണം. ദൈവത്തോട് നന്ദി പറയുമ്പോ നന്ദി പറയാൻ മറ്റൊരാളൂടെ ഉണ്ട്. എനിക്ക് വേണ്ടി കേസ് വാദിച്ച അഡ്വക്കേറ്റ് അരുണ. എത്ര വേഗത്തില കേസ് കൈകാര്യം ചെയ്യുന്നറിയോ? ആ വക്കീലിനെ കിട്ടിയത് നമ്മുടെ ഭാഗ്യം തന്നെയാ. എന്നെ ഒന്ന് സഹായിക്കുമെന്ന് മാത്രമേ ഞാൻ ചോദിച്ചുള്ളൂ. പക്ഷെ എനിക്ക് ഉറപ്പുണ്ടായിരുന്നു അഡ്വക്കേറ്റ് അരുണ കൃഷ്ണമൂർത്തി ഈ കേസ് ഏറ്റെടുത്ത സത്യാമ്മയെ പുഷ്പം പോലെ ഇറക്കിക്കൊണ്ടുവരുമെന്ന്. ആ ഒരു ഉറപ്പില ഞാൻ ഇപ്പോഴും നിൽക്കുന്നത്. അച്ചൂടാ, ഇതാരാ? ചക്കരക്കുട്ടി എന്തു ചെയ്തു ഇതുവരെ? എന്തൊരു ചക്കര. പൊന്നി, കുറച്ച് വെള്ളം വേണം. ശരി.